മാനവം ഓഡിയോ വിഷ്വൽസ് കാലിക്കറ്റ് 4 മൊബൈൽ 9895641290 ഇമെയിൽ manavam@gmail.com മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമീ അദ്വൈത മന്ത്രം. ഒരു ജാതി, ഒരു മതം. സന്ധ്യാനാമം കൊളുത്തുമ്പോൾ മാനത്തു തിരയേണ്ട, മണ്ണിൽ തിരയേണ്ട മനസ്സിലെ ഈശ്വരനൊന്നല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമീ അദ്വൈത മന്ത്രം. ഒരു ജാതി, ഒരു മതം. എല്ലാ ജനങ്ങളും ബഹുമാനിക്കുകയും ചെയ്യുന്ന ലോകപ്രസിദ്ധനായ ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി എല്ലാ മതത്തെയും സ്നേഹിക്കുകയും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അവർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഫാദർ പള്ളി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സുദിനം നമുക്ക് നൽകിയിരിക്കുന്ന കാരുണ്യവാനായ ജഗദീശ്വരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എവിടെ നിന്ന് ഉൾക്കൊണ്ടാലും അത് സത്യമായിട്ടും ആരുടെ മുൻപിലും പറയാൻ നമ്മൾ മടിക്കരുത്. കാരുണ്യവാനായ ദൈവം എന്നുള്ളത് മലയാളത്തിലാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അബുദാബിയിൽ പരിപാടിക്ക് പോയപ്പോഴാണ് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വാക്കാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അതിന് എനിക്കൊന്നും എന്താണ് എൻ്റെ അർത്ഥം എന്ന് പറയും അക്ഷരങ്ങൾ കുറെ മനസ്സിലായി കേട്ടു. ചോദിച്ചപ്പോൾ കാരുണ്യവാനായ ദൈവത്തിൽ സർവ്വത അർപ്പിച്ചുകൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു. ഇത് ആർക്കാ പറയാൻ പാടില്ലാതെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കും കാരുണ്യവാനായ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവന് ജാതിയില്ല, അവന് മതമില്ല എന്ന് എൻ്റെ വന്ധ്യപിതാവ് എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു തന്ന ആ വലിയൊരു അമൃതായ തത്വം എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ട് നടക്കുന്നത്. 50 വർഷത്തെ ഞാൻ പോകുന്നു. ആദ്യമായിട്ട് സിനിമയിൽ പാടി ഞാൻ പാടേണ്ട പാട്ട് കാണുമ്പോൾ ഒരു പാലുപ്പ് അയ്യോ ചോലോ പൂങ്കരിപ്പ്, ഇങ്ങനൊരു ഗാനമാണ് ആദ്യം ഞാനും ചന്ദ്രനായ ചേച്ചിയും കൂടി പാടേണ്ടത്. ഈ ഗാനം പാടുന്നതിന് മുൻപായിട്ട് ഈശ്വരാക്ഷം കൊണ്ട് എനിക്ക് അല്പം പനിയൊക്കെ പിടിച്ച് ടൈഫോയിഡിൻ്റെ അറ്റാക്ക് പോലെയാണ്. ഉടനെ തൊഴിൽ ചെയ്ത് പണം സമ്പാദിക്കുന്നവരുടെ ഒറ്റ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനെ കൊണ്ട് പാടിച്ചാൽ ഇത് നമ്മുടെ പാട്ട് ശരിയാവില്ല. അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു 4 വരി പാടിച്ചിട്ട് തിരിച്ചു വിട്ടേക്കാം എന്നൊരു ചെറിയ ഇതെല്ലാം പിന്നെയാണ് അറിയുന്നത്. അങ്ങനെയാണ് ഈ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ സത്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഖുർആനിലുള്ളതും അല്ലെങ്കിൽ ബൈബിളിലുള്ളതും ഈ ഉപനിഷത്തുകളിലുള്ളതും ഒക്കെ ഒരു ചെറിയ ക്യാപ്സ്യൂളായിട്ട് ഉണ്ടാക്കി നമ്മൾ അറിവില്ലാത്തവർ പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ മഹാനായ ഗുരു നാരായണ സ്വാമിയോട് ആ അദ്ദേഹം നമുക്ക് നൽകിയത്. ആ വരികൾ ഞാനിവിടെ ചൊല്ലാം. അതിലാണ് ജാതിഭേദം മതദ്വേഷം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന
പാടിയ ഒരു പാട്ട് എന്നെ കൊണ്ട് ഏകദേശം പാടിച്ച പാട്ട് പറയുന്നതായിരുന്നു മൗനം എന്ന ചിത്രത്തിൽ. അതൊരു എഡ്യൂക്കേഷൻ്റെ കരുതൽ. അതിൽ രാജേന്ദ്രൻ, MP രാജേന്ദ്രൻ പാട്ട് എഴുതി പാട്ട് ട്യൂൺ ചെയ്ത് മൗനം എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് അല്പനേരം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല. അത് അതിൻ്റെ വരികൾ എനിക്ക് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു. പാട്ടുകൾ ഒരുപാടുണ്ടാവാം, പക്ഷെ ഇതെങ്ങനെ ഒത്തു ഒരുപാട് അനുഗ്രഹം കൊണ്ടാണ് അത് ഞാൻ തന്നെ പാടാനും അനുഗ്രഹിച്ചു എന്ന് ചോദിച്ചു. അത് നന്ദി പറഞ്ഞുകൊണ്ട് ആ പാട്ടൊന്ന് കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഈ മഹാസദസ്സിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കേവർക്കും ബഹുമാന്യനായ ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിൻ്റെ അധിപനായ പ്രസിഡന്റ് കൂടിയായ ശ്രീ PV ചന്ദ്രൻ അവരുടെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഈ സദസ്സ് നമുക്കായി ഉദ്ഘാടനം ചെയ്തതിനുള്ള മലയാളത്തിൻ്റെ സ്വരമാധുര്യവും സ്നേഹപ്രവാഹവുമായ നമുക്കൊക്കെ ബഹുമാന്യനും സ്നേഹനിധിയുമായ ദാസേട്ടൻ അവരുടെ ഇവിടെ സംസാരിക്കാനിരിക്കുന്ന എൻ്റെ ചിരകാല സുഹൃത്ത് വേദപണ്ഡിതനും നമ്മുടെ സൗഹൃദ സംസ്കാരത്തിൻ്റെ വലിയ പ്രതീകവുമായ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമിജി അവരുടെ അഭിവന്ദനായ സുഹൃത്ത് ആദരണീയനായ റവറൻഡ് ഫാദർ ജിയോ പയ്യപ്പള്ളി അവരുടെ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ PV ജി, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ സഹോദരിമാർ, അപൂർവമായിട്ട് മാത്രം കൈവരുന്ന മനോഹരമായ ഒരു സന്ധ്യയിലാണ് നാം ഇന്ന് ഈ ഹാളിൽ സമ്മേളിച്ചിട്ടുള്ളത്. യോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും പൊതുപരിപാടികൾക്കും ഒരു പഞ്ഞവുമില്ലാത്ത കാലമാണ്. പക്ഷേ മനുഷ്യരെ ഒന്നിപ്പിക്കുവാൻ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ജീവിക്കുന്നവരെ ഒന്നിച്ചിരുത്താൻ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹിതമായ പൈതൃകത്തെ ഓർമ്മപ്പെടുത്താൻ, മാനവരാശിയുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഒന്നുകൂടി നമ്മൾ പ്രതിബദ്ധരാകണം എന്ന് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം സമ്മേളനങ്ങൾ, ഇത്തരം സംഗമങ്ങൾ അപൂർവമാണ്, ചേതോഹരമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം നിങ്ങളെവരോടുമൊപ്പം, ബഹുമാനപ്പെട്ട യേശുദാസിനോടൊപ്പം, ബഹുമാനപ്പെട്ട സ്വാമിജിക്കൊപ്പം, ബഹുമാനപ്പെട്ട ഫാദർക്കൊപ്പം ചന്ദ്രേട്ടൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആനന്ദം ഞാനിവിടെ ആദ്യമേ പ്രകടിപ്പിച്ചുകൊള്ളുക. സ്വരം എന്നാൽ തന്നെ സ്നേഹമാണ്, സ്നേഹം എന്നാൽ സ്വരവുമാണ്. മനുഷ്യൻ കാഴ്ചയേക്കാൾ പെട്ടെന്ന് അവനെ പിടികൂടുന്നത് കേൾവിയാണ്. വിശുദ്ധ ഖുർആനിൽ എപ്പോഴും കാഴ്ചയും കേൾവിയും എന്നല്ല പറഞ്ഞിട്ടുള്ളത്, കേൾവിയും കാഴ്ചയും എന്നാണ്. എപ്പോഴും അങ്ങനെയാണ്. ഒരൊറ്റ സ്ഥലത്ത് പോലും കാഴ്ചയെ ഒന്നിക്കുകയും രണ്ടാമതായി കേൾവിയെ പറയുകയും ചെയ്തില്ല. നമ്മൾ സാധാരണയായിട്ട് കാണുക, കേൾക്കുക എന്ന് കാഴ്ചയെ ഒന്നിച്ചാണ് പറയാറുള്ളത്. പക്ഷേ
കേൾവിയാണ് ആദ്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിടികൂടുന്നത് പലപ്പോഴും കാഴ്ചയേക്കാൾ കേൾവിയാണ്. കാഴ്ചക്കുള്ള പരിധി പലപ്പോഴും കേൾവിക്കില്ല. ഈ മതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എനിക്ക് കാണാൻ കഴിയില്ല, നമുക്കാർക്കും കാണാൻ കഴിയില്ല. പക്ഷേ ഈ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഒഴുകി വരുന്ന ഒരു സ്വരധാര കേൾക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും. സ്വരത്തിന് ഇങ്ങനെയുള്ള അത്ഭുതകരമായ സിദ്ധിയുണ്ട്. പക്ഷെ സ്വരത്തിന്റെ ഏറ്റവും വലിയ സിദ്ധി, ഏറ്റവും വലിയ വിസ്മയം, അതിന് സ്നേഹത്തിന്റെ ഒരു അനുരണനം അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെപ്പോഴും സ്നേഹവും സ്വരവും ഒന്നിച്ചാണ് സഞ്ചരിച്ചിട്ടുള്ളത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെയും സ്വരത്തിന്റെയും ഈ പാരസ്പര്യം നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തി തരികയാണ് ശ്രീ യേശുദാസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇവിടെ കൈകളിയ വാക്കുകളിൽ നമ്മൾ അതാണ് കേട്ടിട്ടുള്ളത്. മതസൗഹാർദ്ദ സമ്മേളനം എന്ന പ്രയോഗത്തിൽ തന്നെ ഒരു വിശപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം മതങ്ങൾക്കിടയിൽ ഇവിടെ എന്തെങ്കിലും ഒരു സൗഹൃദ തകർച്ചയുള്ളതായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഒരു മതത്തിന് മറ്റൊരു മതത്തോട് പകയുള്ളതായോ ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ എവിടെയെങ്കിലും രോഷത്തിന്റെ, വിദ്വേഷത്തിന്റെ, ശാസ്ത്രത്തിന്റെ, സംഘർഷ സംഘടനകളുടെ ഒരു വിത്ത് വിതക്കപ്പെട്ടതായിട്ടോ എന്റെ എളിയ പഠനത്തിൽ, എന്റെ പരിമിതമായ വായനയിൽ ഇന്നോളം കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ മതങ്ങളുടെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്നും കണ്ടിട്ടുള്ളത് എല്ലാ മതങ്ങളും വിശ്വസ്നേഹത്തെ കുറിച്ച് പറയുന്നതാണ്, മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറയുന്നതാണ്, മനുഷ്യനാണ് പ്രധാനം എന്ന് പറയുന്നതാണ്. മാനവനെ ബഹുമാനിക്കാനാണ് മതങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെയാണ്? പ്രശ്നങ്ങൾ ആളുകൾക്കിടയിലാണ്, മനുഷ്യർക്കിടയിലാണ്. മതം കൊണ്ട് നടത്തുന്നു എന്ന് പറയുമ്പോഴും മതത്തിന്റെ സ്വരത്തിൽ നിന്ന്, അതിന്റെ ആത്മസ്വരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അനുയായികളെ കൊണ്ടാണ്, അല്ലെങ്കിൽ അനുയായികളിൽ നടിക്കുന്നവരെ കൊണ്ടാണ് ഇന്ന് ലോകത്ത് വല്ല പ്രശ്നങ്ങളും മതത്തിന്റെ പേരിൽ ഉണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുള്ളത്. ഇത് വേർതിരിച്ച് കാണാനുള്ള കഴിവും വിവേകവുമാണ് നമ്മൾ ആദ്യം ആർജിക്കേണ്ടത്. ഇത് ലോക മനസ്സാക്ഷി ആർജിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകമാകെ ഈ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ശ്രീനാരായണ മന്ദിരത്തിൽ ഈ സമ്മേളനം ചേർന്നിട്ടുള്ളത്. മതമല്ല ഉത്തരവാദി, മതത്തിന്റെ പേര് പറയുന്ന ചില കുബുദ്ധികളാണ് ഉത്തരവാദി എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടത്. മാത്രമല്ല, ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമായി എന്റെ എളിയ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയ ചരിത്രത്തിലാകട്ടെ, ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിലാകട്ടെ, അറിയപ്പെടുന്ന വർഗീയവാദികളെ ശ്രദ്ധിച്ചാൽ അവരുടെ ഒന്നും ജീവിതത്തിൽ മതത്തിന്റെ സ്വാധീനം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ആവർത്തിക്കുന്നു, മതത്തിന്റെ പേരിൽ ആണയിട്ട് പറയുന്ന മതവർഗീയവാദികൾ അവരുടെ ഗതകാല ചരിത്രത്തിലുള്ളവരാകട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ആഗോളതലത്തിൽ അറിയപ്പെടുന്നവരോ മറ്റോ ആകട്ടെ, പ്രാദേശികമായിട്ടാകട്ടെ, വർഗീയത കൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിൽ നാം പരിശോധന നടത്തിയാൽ അവരൊന്നും യഥാർത്ഥത്തിൽ മതം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എന്ന് കാണാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ ചരിത്രത്തിന്റെ ഒരു വിദ്യാർത്ഥി കൂടിയായതുകൊണ്ട് കുറച്ചു കാലം ചരിത്രം ഐച്ഛിക വിഷയമായിട്ട് പഠിക്കുകയും പിന്നെ അല്പകാലം ഒരു കോളേജ് അധ്യാപകനായി നിന്നപ്പോൾ ചരിത്രാധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്ത, ഇന്നും വളരെ താല്പര്യത്തോടെ ഞാൻ വായിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ചരിത്രമായതുകൊണ്ട് എനിക്കല്പം തർക്കിച്ചും ഉറപ്പിച്ചും പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണിത്. അതായത് മതം കൊണ്ട് നടക്കുന്നവരല്ല വർഗീയവാദികളായിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ താല്പര്യം എന്താണ്? യഥാർത്ഥത്തിൽ മതം കൊണ്ട് നടക്കുന്ന ഒരാൾക്കും വർഗീയവാദിയാകാൻ സാധ്യമല്ല എന്നുള്ള സത്യമാണ് നമ്മൾ അതിലൂടെ പഠിക്കേണ്ടത്. ഇതിന് ചരിത്രത്തിൽ നിന്ന് ഒരുപാട് തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ ഒരു വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൗഹൃദവാദി ആരായിരുന്നു? ആധുനിക ഇന്ത്യയിലേക്ക് കടന്നു നോക്കൂ. ആധുനിക ഇന്ത്യയുടെ ചരിത്രം, ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ്. എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ രണ്ടു വട്ടം ചിന്തിക്കേണ്ട കാര്യമില്ല. അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന മഹാത്മജിയാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ ഗാന്ധിജി ഏറ്റവും വലിയ മതവിശ്വാസം കൂടിയായിരുന്നു. അർത്ഥത്തിൽ പറഞ്ഞാൽ തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മഹാത്മാഗാന്ധി. ഗാന്ധിജിയേക്കാൾ വലിയൊരു ഹിന്ദുവിനെ ആധുനിക ഇന്ത്യ ജനിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്നാൽ ഗാന്ധിജിയെ പോലുള്ള ദേശസ്നേഹിയെയും ആ ഉയരത്തിലും വലുപ്പത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു നില നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കാൻ സാധിക്കും. പഴയ ചരിത്രത്തിൽ നിന്നോ പുതിയ ചരിത്രത്തിൽ കേരളത്തിലേക്ക് വന്ന് നോക്കൂ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നോക്കൂ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ശ്രദ്ധിച്ചു നോക്കൂ. കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റായി ഏറ്റവും വലിയ അടിയുറച്ച ഇസ്ലാമിക വിശ്വാസിയായി ബ്രിട്ടീഷുകാർ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജയിലിലെത്തിയപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് ആദ്യം ചോദിക്കുന്നത് കഞ്ഞി വേണം, ഭക്ഷണം വേണം എന്നല്ല, നിസ്കരിക്കാൻ ഒരു പായ തരുമോ എന്നായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആദ്യത്തെ ചോദ്യം. വെള്ളപ്പട്ടാളത്തോട് ബാക്കി തങ്ങൾ കേരളത്തിലെ 2 സാമുദായികമായ വഴക്കുകൾ തീർത്തത് ഞാൻ ചരിത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്. ഒന്ന് പയ്യൂരിൽ, മറ്റൊന്ന് ഈ ബേപ്പൂരിനടുത്തുള്ള നടുവട്ട്. ഹിന്ദു മുസ്ലിം സംഘർഷം ബാക്കി തങ്ങൾ ഇടപെടുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തു. 5 നേരം കൃത്യമായി നമസ്കരിക്കുകയും അതിലേറെ ധാരാളം നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അടിയുറച്ച മുസൽമാനായിരുന്നു അബ്ദുറഹ്മാൻ ബാഫഖി. എത്രയെത്ര ഉദാഹരണങ്ങൾ. ഇനി കുറച്ചുകൂടി പിറകോട്ട് ചരിത്രത്തിലേക്ക് യാത്ര ചെയ്താലോ? കേരളത്തിലെ രാമായണം അറിയപ്പെടുന്നത് തുഞ്ചത്താചാര്യന്റെ പേരിലാണ്. എന്റെ വീട്ടിൽ നിന്ന് വെറും 5-8 കിലോമീറ്റർ അകലെയാണ് തുഞ്ചന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന തിരൂർ തുഞ്ചൻ മഠം. ഇപ്പോഴത്തെ തുഞ്ചൻ മഠം തുഞ്ചൻ ജീവിച്ചിരുന്ന പ്രദേശത്ത് ഉയർത്തപ്പെട്ടിട്ടുള്ള സാംസ്കാരിക കേന്ദ്രം അത് സ്ഥിതി ചെയ്യുന്നു. പൂന്താനത്തിന്റെ ഇങ്ങത്തേക്ക് എന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പൂന്താനം ഹിന്ദുവായിരുന്നു. 1-ാം തരം ഭക്തകവിയായിരുന്നു. പൂന്താനത്തിന്റെ വരികൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ശ്രീനാരായണ ഗുരു ഇവിടെ ദാസേട്ടൻ ചൊല്ലിയ അദ്ദേഹത്തെ പ്രശസ്തനാക്കാൻ കാരണമാക്കിയ ആദ്യത്തെ ഗാനം മുതൽ എത്രയെത്ര ആ വരികളിലെല്ലാം നാരായണ ഗുരുവിന്റെ മനുഷ്യ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ രാമായണത്തെ കുറിച്ച് കൊടുക്കാൻ കാരണം കേരളത്തിലെ സഹോദരങ്ങൾ രാമായണത്തെ കൊടുക്കുന്നത് തുഞ്ചന്റെ അധ്യാത്മ രാമായണത്തിലൂടെയാണെങ്കിൽ ഉത്തരേന്ത്യയിലെ രാമായണം കൊടുക്കപ്പെടുന്നത് തുളസീദാസിന്റെ രാമായണത്തിലൂടെയാണ്. മിക്കവാറും എല്ലാ ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണം എന്ന് പറഞ്ഞാൽ അത് തുളസീദാസന്റെ രാമചരിതമാനസം എന്ന ഗ്രന്ഥമാണ്. ഈ തുളസീദാസ് രാമചരിതമാനസം എഴുതുന്നത് ഒരു മസ്ജിദിന്റെ മുറ്റത്തിരുന്നുകൊണ്ടാണ്. തുളസീദാസിന്റെ രാമകഥ എഴുതാൻ ഇന്ത്യ രാജ്യത്ത് വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടായിരുന്നുവോ ഒരു മസ്ജിദിന്റെ മുറ്റത്തിരുന്ന് അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ കഥ ആഖ്യാനം ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കേണ്ടത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മസ്ജിദിന്റെ മുറ്റത്ത് മുസ്ലിങ്ങൾ വിരിച്ചു തന്ന പുല്ലുപായയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള കഥനം ലോക ചരിത്രത്തിൽ തന്നെ ധാരാളം കാണാൻ സാധിക്കും. അതുകൊണ്ട് മതത്തിന്റെ തത്വങ്ങളിൽ വർഗീയതയില്ല. യഥാർത്ഥ മതവിശ്വാസിയുടെ മനസ്സിലും വർഗീയതയില്ല. ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് ആ താല്പര്യം ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ രാഷ്ട്രീയമാകാം, എന്താണെങ്കിലും അത് സ്വാർത്ഥമാണ്. ആ സ്വാർത്ഥമാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ലോകത്ത് വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും ആദ്യത്തെ കടമ. ഞാനൊരിക്കൽ പാർലമെന്റിൽ 27 മിനിറ്റ് നേരം ഒരു പ്രസംഗം ചെയ്യുകയുണ്ടായി. ഞാൻ എന്റെ പ്രസംഗത്തെ കുറിച്ച് പറയാനല്ല ഇതിവിടെ പറയുന്നത്. ദാസേട്ടൻ സ്വന്തം ഗാനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോ ഒരു ക്ഷമാപണത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രസംഗത്തെ കുറിച്ച് പറയാനല്ല. സാധാരണ പാർലമെന്റിൽ 27 മിനിറ്റ് സംസാരിക്കാനൊന്നും അനുമതി ലഭിക്കാറില്ല. പ്രത്യേകിച്ച് ചെറിയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് 2 മിനിറ്റ്, 2.5 മിനിറ്റ്, 5 മിനിറ്റ്, 6 മിനിറ്റ്, 7, 7.5, 8, ഒരു 10 മിനിറ്റിന്റെ താഴെ അതാണ് പരമാവധി. അന്നേ ചെയർമാന്റെ ദാക്ഷിണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട്, സഭാധ്യക്ഷന്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊണ്ട് ആ വിഷയത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാകാം 27 മിനിറ്റ് തന്നെ സംസാരിക്കാൻ അനുവദിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷനും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിരുന്ന ബൈറോൺ സിംഗ് ഷെഖാവത്ത് അദ്ദേഹത്തിന്റെ ചേംബറിൽ വിളിച്ച് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തത് പാർലമെന്റിലെ എന്റെ ജീവിതത്തിന്റെ ഒരു അഭിമാനകരമായ ഏടായിട്ട് ഞാൻ ഓർക്കാറുണ്ട്. ഞാനെന്ന് പറഞ്ഞ വിഷയം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. മതത്തെ വർഗീയതയുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കരുത്. ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയരുത്, ഹിന്ദു ഭീകരവാദം എന്ന് പറയരുത്, ക്രൈസ്തവ ഭീകരവാദം എന്നും പറയരുത്. ഇതാണ് ഞാൻ പാർലമെന്റിൽ ചെയ്ത സംസാരത്തിന്റെ മർമ്മമായിട്ട് ഉണ്ടായിരുന്നത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. ദാസേട്ടന്റെ സംസാരത്തിൽ കാരുണ്യവാനായ അല്ലാഹു എന്ന് തന്നെ അബൂദാബി സന്ദർശന വേളയിൽ കേട്ട ഒരു വചനം തന്നെ എങ്ങനെ സ്പർശിച്ചുവെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം അദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഖുർആനിൽ
അള്ളാഹുവിന്റെ നിരവധി നാമങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ജനിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, അഭിമാനം നൽകുന്നവൻ, അന്നം നൽകുന്നവൻ, പരിരക്ഷിക്കുന്നവൻ, ഒരുപാട്. അതിലേറ്റവും കൂടുതൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന രണ്ട് ദൈവനാമങ്ങൾ, ഒന്ന് അർ-റഹ്മാൻ എന്നും ഒന്ന് അർ-റഹീം എന്നുമാണ്. അർ-റഹ്മാൻ എന്നാൽ അതിന്റെ അർത്ഥം ദയാവാൻ, അർ-റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാരുണ്യവാൻ, കരുണാവാരിധി. ഈ പദങ്ങളാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ ആവർത്തിച്ചിട്ടുള്ളത്. ദൈവം കാരുണ്യവാനാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾക്കിടയിൽ അകൽച്ചയുണ്ടായിത്തീരും. ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ എല്ലാം പഠിക്കാൻ അവസരമുണ്ട്. പോത്തിന്റെ കൊമ്പെങ്ങനെ വളഞ്ഞു എന്ന് പഠിപ്പിക്കാൻ ജന്തുശാസ്ത്രത്തിൽ വകുപ്പുണ്ട്. ഒരു വൃത്തത്തിന്റെ 360 ഡിഗ്രി ഉണ്ടായി അത് പഠിപ്പിക്കാൻ ജോമെട്രിയിൽ വകുപ്പുണ്ട്. എന്ന സിദ്ധാന്തം എങ്ങനെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു എന്ന് പഠിപ്പിക്കാൻ അവസരമുണ്ട്. പക്ഷേ മനുഷ്യനെ കുറിച്ച്, അയൽപക്കത്ത് പാർക്കുന്ന ആളെ കുറിച്ച്, അവന്റെ മതത്തെ കുറിച്ച്, അവന്റെ വിശ്വാസത്തെ കുറിച്ച് പരസ്പരം അറിയാനുള്ള ഒരു അവസരം ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഒരുക്കിയിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ വർഗീയതയെ തടഞ്ഞു നിർത്താൻ ക്ലാസ് മുറികളിലൂടെ തന്നെ നമുക്ക് സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരസ്പരം അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അറബ് ഭാഷയിൽ പഴമൊഴിയുണ്ട്, മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഒരു കാര്യം അറിയില്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സഹജമായ ദൗർബല്യമാണ്. അറിയില്ലേ എന്നാൽ ഞാനതിനെ എതിർക്കുന്നു. അറിവ് വരുമ്പോഴാണ്, അറിവിന്റെ വെളിച്ചം വരയ്ക്കുമ്പോഴാണ് ധാരണകൾ വിപുലമായി തീരുന്നത്. രണ്ട് കാരണമാണ് വർഗീയത ഉണ്ടാക്കുന്നത്. ഒന്ന് അജ്ഞത, രണ്ട് ഭീരുത്വം. ഭീരുക്കളാണ് വർഗീയവാദികൾ. അവർ അക്രമികളായിട്ടും ഭീകരവാദികളുമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഭീരുക്കളാണ്. അവർക്ക് അവരെ കുറിച്ചോ അവർ ഉൾപ്പെടുന്ന സമൂഹത്തെ കുറിച്ചോ ഉള്ള ഭീരുത്വമാണ് പലപ്പോഴും അവരെ വർഗീയവാദികളാക്കി തീർക്കുന്നത്. ഏറ്റവും പ്രധാനം അജ്ഞതയാണ്. അതുകൊണ്ടാണ് 1924 ആലുവ മലപ്പുറത്ത് സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത ശ്രീനാരായണ ഗുരു ഒരിക്കലും കേരളത്തിന് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. 3 തവണ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അതിന് തുടക്കം കുറിക്കാനും എന്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ശിവരാത്രി ആലുവ മലപ്പുറത്ത് ധാരാളം ആളുകൾ വന്ന് തടിച്ചുകൂടി നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. പുഴവക്കത്ത് ശിവരാത്രിയിൽ പങ്കെടുക്കാൻ വന്നവർ ഒരു ഭാഗത്ത് തടിച്ചുകൂടി നിൽക്കുമ്പോൾ പുഴയുടെ മറ്റേ കരയിൽ അദ്വൈതാശ്രമത്തിന്റെ മുറ്റത്ത് നാരായണഗുരു അന്ന് തുടങ്ങി വെച്ച സമ്മേളനം ഇന്നും നടന്നു പോരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഓർക്കേണ്ട കാര്യമാണ്. ആ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശ്രീനാരായണൻ പറഞ്ഞു, ഈ സമ്മേളനം ഞാൻ വിളിച്ചു കൂട്ടിയത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന്. To know and to make others know. അറിയാനും അറിയിക്കാനും. അറിവ് എന്ന് പറയുന്നത് വർഗീയതയുടെ ഇരുട്ടിലേക്ക് നാം അടിച്ചു പിടിക്കുന്ന ഒരു ടോർച്ചാണ്. വർഗീയതയാകുന്ന ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അറിവിന്റെ പ്രകാശത്തിന്റെ ഒരു ടോർച്ച് പിടിച്ചു കൊടുത്താൽ വർഗീയതയുടെ തപസ്, അതിന്റെ അന്ധകാരം പോയി മറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് അത്യാവശ്യമായിട്ട് മതത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. മതങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു മതവും വൈരം പഠിപ്പിക്കുന്നില്ല എന്ന സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇന്ന് മതം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മതം ഹൃദയത്തിലുണ്ടോ? ഞാൻ ആ കാര്യത്തിൽ വളരെ സംശയം പുലർത്തുന്ന ആളാണ്. ശ്രീനാരായണ ഗുരു ധാരാളം നന്മകളെ കുറിച്ച് പഠിപ്പിച്ചു. ആ നന്മകൾ പകർത്താൻ എത്ര പേര് തയ്യാറുണ്ട്? മദ്യത്തിനെതിരെ ഇത്ര ശക്തിച്ച ഒരു നേതാവിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടുമുട്ടാൻ പ്രയാസമാണ്. കേരളം അതായത് മദ്യത്തിലേക്ക് കുക്കുകുത്തുന്നു. ആരുണ്ട് ഓർക്കാൻ? നാരായണ ഗുരുവിനെ ഓർക്കാൻ ആളുണ്ടെങ്കിൽ അവരെന്ത് കേരളത്തിൽ ചെയ്യേണ്ടത്? ഇന്ന് നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഒരു പുതിയ മണിമാളിക ഉയർന്നു വരുന്നത് കാണുമ്പോ അത് ഏതാണെന്ന് അന്വേഷിക്കുമ്പോ പുതിയ ബാർ വരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ചെറുപ്പക്കാരെ മദ്യശാലയിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന ഈ വിപത്തിനെതിരെ ശക്തമായി താക്കീത് ചെയ്ത മഹാത്മാക്കളാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണനും. ഗാന്ധി സ്വാതന്ത്ര്യത്തിന്റെ പിറകെ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇന്ത്യക്കാരെ ചോദിച്ചു, പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ, മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് അഭിമാനമായി സന്തോഷമായി. ബാപ്പുജി മറുപടി നൽകിയില്ല, എന്റെ നാട് സ്വാതന്ത്ര്യം നേടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
1947 ആഗസ്റ്റ് 15-ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി. യൂണിയൻ ജാക്ക് കൂടി താഴെ ഇറങ്ങി, ദേശീയ പതാക ഉയർന്നു. അതിന്റെ ശില്പിയായ മനുഷ്യനാണ് പറയുന്നത്, ഇല്ല, എന്റെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അതെന്താണ് ഗാന്ധിജി അങ്ങനെ പറയുന്നത്? ഗാന്ധിജി പറഞ്ഞു, മദ്യക്കുപ്പിയിൽ നിന്ന് എന്റെ നാട് എന്നാണ് സ്വാതന്ത്ര്യം നേടുന്നത്, അന്ന് മാത്രമേ ഇന്ത്യ സ്വതന്ത്രയായെന്ന് ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ആ ഗാന്ധിജിയുടെ നാട്ടിൽ ഏത് ഗവൺമെന്റ് വന്നാലും മാറി മാറി വഹിക്കുന്നവർക്ക് എല്ലാവർക്കും പുതിയ പുതിയ പ്രദേശങ്ങൾ നൽകണം. അതിനെതിരെ ചിന്തിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നാം ഗാന്ധിജിയെ നെഞ്ചോട് ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മദ്യം കുടിക്കരുത്, കൊടുക്കരുത്, വിളമ്പരുത്, ഉണ്ടാക്കരുത്, അത് വിഷമാണ് എന്നാണ് നാരായണ ഗുരുവിന്റെ വാക്ക്. എന്തൊരു ശക്തമായ വാക്കാണ്, ചത്തുളി പോലുള്ള വാക്കാണ്. മദ്യം കുടിക്കരുത്, കൊടുക്കരുത്, വിളമ്പരുത്, ഉണ്ടാക്കരുത്, അത് വിഷമാണ്. അവസാനം പറയുന്ന വാക്ക് അത് വിഷമാണ്. ഈ രീതിയിൽ മഹാത്മാക്കളുടെ വാക്കുകൾ സ്വീകരിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിത്തീരും. മതം പരക്കുമ്പോ നന്മ പരക്കും. അതാണ് ഇവിടെ ദാസേട്ടൻ പറഞ്ഞത്. മതം ആവശ്യമാണ്, നല്ലതാണ്, മനുഷ്യനെ നന്നാക്കാൻ, ഹൃദയം സംസ്കരിക്കാൻ. വിശുദ്ധ റസൂൽ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ നീ ഭക്ഷണം കഴിച്ചാൽ നീ എന്റെ ആളല്ല. വളരെ ശക്തമായിട്ട് പറഞ്ഞു. മറ്റേ പറഞ്ഞു, നിന്റെ വീട്ടിൽ കൊടുക്കാൻ ആഹാരമില്ലെങ്കിലും, നീയും പട്ടിണിയും ദാരിദ്ര്യത്തിലുമാണെങ്കിലോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്തേക്കണം. നിന്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും നീ ഭക്ഷണം ഉണ്ടാക്കിയാൽ നീ നിന്റെ വീടിന്റെ വാതിലടച്ചേക്കണം. നിന്റെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ തൂമണം നിന്റെ അയൽപക്കത്തെ പാവങ്ങളായ മക്കളുടെ മൂക്കിലെത്താതിരിക്കാനെങ്കിലും നീ ശ്രദ്ധിക്കണം. ഇവിടെ എവിടെയെങ്കിലും പ്രവാചകൻ അയൽവാസി മുസ്ലിമാണ് എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ഒരാൾക്കും കാണാൻ കഴിയില്ല. അയൽവാസി അയൽവാസി അയൽവാസി. പ്രവാചകൻ പറയുകയാണ്, അയൽവാസിയെ നോക്കണം, അയൽവാസിയെ ശ്രദ്ധിക്കണം, അയൽവാസിക്ക് അന്നം കൊടുക്കണം. ജിബ്രീൽ ഗബ്രിയേൽ എന്ന മാലാഖ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയി, സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമോ? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിൽ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവകാശം നീക്കി വെക്കുന്ന കൂട്ടത്തിൽ അയൽവാസിക്കും ഓഹരി എന്ന് പറയേണ്ടി വരുമോ എന്ന് ഞാൻ ശങ്കിച്ചു പോയി. അത്രമേൽ പ്രധാനമാണ് അയൽവാസിയുടെ സ്ഥാനം എന്ന്. ഈ അയൽപക്ക ബന്ധങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു വർഗീയതയും കടന്നു വരുന്നില്ല. ഇന്നും ഞാൻ ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ഹാളിൽ അഭിമാനത്തോടെ പറയട്ടെ, നമ്മൾ അസ്വസ്ഥരാകേണ്ട ഒരു കാര്യമില്ല. വർഗീയവാദം ഒറ്റപ്പെട്ടതാണ്, വർഗീയവാദികളും ഒറ്റപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സൗഹൃദവാദികളാണ് എന്ന അടിസ്ഥാനപരമായ തത്വം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഞാനത് അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ഒരു 100 ആളെ എടുക്കാൻ എത്ര പേരുണ്ടാവും വർഗീയവാദി? ഒരു ഗ്രാമത്തിൽ പോയിട്ട് 10,000 ചെന്ന് കണ്ടാൽ ഒരു ഗ്രാമത്തിൽ എത്ര പേര് വർഗീയവാദികൾ ഉണ്ടാവും? മാത്രവുമല്ല, ഭാരതമാകുന്ന ഈ മഹാദേശത്തിന്റെ ഹൃദയം തന്നെ മതേതര ഹൃദയമാണ്. ദാസേട്ടനിവിടെ നമ്മൾ കേൾപ്പിച്ച ആ ഗാനത്തിൽ അതിലെ വരികളിൽ മുഴങ്ങിയിട്ടുള്ള പോലെ ഈ നാടിന്റെ ഹൃദയം തന്നെ മതേതരമാണ്. ഒരാൾക്കും ഒരു കാലത്തും ഇന്ത്യയെ വർഗീയവൽക്കരിക്കാൻ സാധ്യമല്ല. ഇന്ത്യയുടെ പ്രകൃതം അതിനെതിരാണ്. ഗാന്ധിജിയുടെ ഇന്ത്യ അതിന് വഴങ്ങിക്കൊടുക്കുകയില്ല എന്നുള്ള സത്യം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും മീഡിയയിലൊക്കെ വാർത്ത വരുന്നത് കാണുമ്പോൾ, ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ പർവ്വതീകരിച്ച് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാണ് വർഗീയത വ്യാപിച്ചോ? ഇല്ല ഇല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വന്ന കാലം മുതൽ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഈ പ്രസംഗം. ഈ 4 വാക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് നടക്കുന്നത്. അന്ന് മുതൽ ഞാൻ പങ്കെടുത്തു പോകുന്ന സമ്മേളനങ്ങൾ സൗഹൃദ സമ്മേളനങ്ങളാണ്. ആ സൗഹൃദ സമ്മേളനങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ അതിന്റെ പേരിൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അമ്പലങ്ങളിൽ, ചർച്ചുകളിൽ, മസ്ജിദുകളിൽ, മറ്റു പൊതുസ്ഥലങ്ങളിൽ എല്ലാം അതുപോലുള്ള സദസ്സുകളിൽ ഈ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ നാട് സൗഹൃദത്തിന്റെ നാടാണ്. നമ്മുടെ നാട് നിസ്കാരത്തഴമ്പും ചന്ദനക്കുറിയും കുരിശടയാളവും ഒന്നിച്ച് മേടിക്കുന്ന നാടാണ്. നമ്മുടെ നാട് അനുഗ്രഹീതമാണ്. ലോകത്ത് നിന്ന് പലയിടത്തും ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്കാരങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ? അമേരിക്കക്കാരനായിട്ടുള്ള സാമുവൽ ഹണ്ടിങ്ടൺ അടുത്ത കാലത്ത് വലിയൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചു കൊണ്ടുവന്നത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ക്ലാഷ് എമംഗ് സിവിലൈസേഷൻസ്, സംസ്കാരങ്ങൾക്കിടയിലെ സംഘടന. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരം പൊരുത്തപ്പെട്ടു പോകില്ല.
എന്ന തീസിസാണ് സാമുവൽ ഹണ്ടിങ്ടൺ അവതരിപ്പിക്കുന്നത്. വളരെ തെറ്റായ ഒരു സിദ്ധാന്തമാണ്. മാനവരാശിയുടെ ചരിത്രത്തിന് നിരക്കാത്ത സിദ്ധാന്തമാണ്. ഇന്നത്തെ മാനവരാശിയുടെ അവസ്ഥയുമായിട്ട് ഒരിക്കലും ഒത്തുപോകാത്ത സിദ്ധാന്തമാണ്. ഒരു ഗ്രാമമെടുത്താൽ അവിടെ ഏതൊക്കെയോ മതസ്ഥർ ഒന്നിച്ചു പാർക്കുന്നു. ഒരു പട്ടണമെടുത്താൽ ഒന്നിച്ചു പാർക്കുന്നു. ഒരു ഫ്ലാറ്റ് എടുത്താൽ എല്ലാ മതസ്ഥരും ഒന്നിച്ചു പാർക്കുന്നു. വേറൊരു കാര്യം കൂടി പറയുന്നു. പാശ്ചാത്യ സംസ്കാരവും പൗരസ്ത്യ സംസ്കാരവും തമ്മിൽ സംഘടനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സംഘടനത്തിന്റെ ആത്യന്തിക ഫലം എന്ന നിലയിൽ പാശ്ചാത്യ സംസ്കാരം ജയിക്കും, പൗരസ്ത്യ സംസ്കാരം തകരും എന്നാണ് സാമുവൽ ഹണ്ടിങ്ടൺ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ മേൽ പടിഞ്ഞാറിന്റെ ഒരു ആധിപത്യം വരും. ഞാൻ വിശ്വസിക്കുന്നു അത് ലോകത്തിന്റെ അന്ത്യമായിരിക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്ന്. കാരണം ലോകത്തിനെന്നും വഴി കാണിച്ചത് ഏഷ്യയാണ്. ലോകത്തിനെന്നും വെളിച്ചം കാണിച്ചത് ഏഷ്യയാണ്. ലോകത്തിന്റെ ആത്മീയ പ്രകാശം മുഴുവൻ ഏഷ്യ നൽകിയ പ്രകാശമാണ്. ഏഷ്യയിലാണ് മത നേതാക്കന്മാരെല്ലാം ജനിച്ചത്. എല്ലാ ആത്മീയ നേതാക്കന്മാരുടെയും ജന്മം ഏഷ്യയിലാണ്. ശങ്കരനോ കപിലനോ കണാദനോ മാധവനോ ഗുരുനാനാക്കോ നാരായണ ഗുരുവോ കൺഫ്യൂഷ്യസോ ബുദ്ധനോ വർദ്ധമാന മഹാവീരനോ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ക്രിസ്തുമതം, ആ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട യേശു ക്രിസ്തു പോലും ജനിച്ചത് ഏഷ്യയിലാണ്. ഏഷ്യയിലാണ്, യൂറോപ്പിലല്ല. ഈ ഏഷ്യ ആത്മീയ പ്രകാശമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി ആയാലും ഇന്ത്യയിൽ ജനിച്ച സകല ആചാര്യന്മാരായാലും ഒക്കെ ഏഷ്യയിലാണ് ജനിച്ചിട്ടുള്ളത്. ഇന്ന് ശരീരവും ഭൗതിക സംസ്കാരവും ഒഴിപ്പിക്കുന്ന കാലമാണ്, ആത്മാവിനെ ഹരിക്കുന്ന കാലമാണ്. അതിന്റെ പേരിലാണ് ഇത്തരം തീസീസുകൾ ഉണ്ടായിത്തീരുന്നത്. ശരീരം പോരാ, അതിനകത്തുള്ള ഒരു ദേഹിയുണ്ട്. ആ ദേഹിയെ തിരിച്ചറിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനിടയായിത്തീരുന്നു. അതിനിടയാകട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഞാൻ ഈ വേളയിൽ ചെയ്യുന്നത്. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാനും മനുഷ്യർക്കിടയിൽ സ്നേഹം പുലർത്താനും സാധിക്കണം. ഒരു മതവും മനുഷ്യനെ ആക്രമിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മോക്ഷം കിട്ടുമെന്ന് പഠിപ്പിക്കില്ല. അത് അബദ്ധമാണ്. ദൈവനിന്ദ എന്ന് പറയുന്നത് തന്നെയാണ് മനുഷ്യനിന്ദ. ഒരു മനുഷ്യനെ നിന്ദിച്ചാൽ അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് സമമാണ്. മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രീതി, ദൈവത്തിന്റെ പൊരുത്തം, ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വേദങ്ങളിലൊക്കെ തന്നെ നീ ഞാനെന്ന് പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ മകുടത്തിൽ ഉപനിഷത്തിൽ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. അയം നിജ പരോവേദി ഗണാനാം രുചേതസാ ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. ദേവനാഗരി രീതിയിൽ എഴുതി വെച്ചത് ഞാൻ ഒരു ദിവസം നടന്നു പോകുമ്പോൾ വെറുതെ പേരോട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്. ഞാൻ മാത്രം എന്റേത് മാത്രം എന്ന് പറയുന്നവൻ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയാണ്. വിശാലമായി ചിന്തിക്കുന്നവർക്ക് ലോകമാണ് തറവാട് എന്നാണ് ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് വായിച്ച് അതിന്റെ സംസ്കാരത്തിലേക്ക് വരാൻ സാധിക്കണം. പാർലമെന്റിന്റെ മറ്റൊരു മകുടത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തവും അറബ് കയ്യെഴുത്തിനിൽ മനോഹരമായ അറബ് കാലിയോഗ്രാഫിയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹവും സ്വയം മാറാതെ ദൈവം അവരെ മാറ്റുകയില്ല. മാറ്റം മനുഷ്യരിൽ നിന്നുണ്ടായിത്തീരേണ്ടതാണ്. ഓരോ സൂര്യോദയവും മനുഷ്യന് കൈവന്നിട്ടുള്ള ഭാഗ്യമാണ്. ഓരോ ചന്ദ്രന്റെ നിലാവിന്റെ അലയും മനുഷ്യന് കൈവന്നിട്ടുള്ള ഭാഗ്യമാണ്. പ്രപഞ്ചം ആനന്ദത്തോടെ ഇരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയും അവർ പുഞ്ചിരിച്ചുകൊണ്ട് വലുതാവുകയും അവർ പുഞ്ചിരിച്ച് വളരുകയും അവർ പുഞ്ചിരിച്ച് നാളെ മരിച്ചു പോവുകയും ചെയ്യട്ടെ. നമ്മുടെ കാലശേഷം പുതിയ തലമുറകളായി കുഞ്ഞുങ്ങളുടെ കണ്ണിൽ ആശയെ വെച്ചു കൊടുക്കാവൂ, ആശങ്ക വെച്ചു കൊടുക്കരുത് എന്ന് വർഗീയവാദികളോട് പറയാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇന്ന് പലരുടെയും മതം വീഴുന്നത് ഹൃദയത്തിലല്ല, മുഷ്ടിയിലാണ്. ആകാശത്തിലേക്ക് ഉയരുന്ന മുഷ്ടിയിലാണ്. ആ മുഷ്ടിയിൽ നിന്ന് എടുത്തു മാറ്റി അതിനെ വീണ്ടും മനുഷ്യന്റെ നെഞ്ചിനകത്ത് സ്ഥാപിക്കാൻ സാധിച്ചാൽ വർഗീയത പോലുള്ള രോഗങ്ങളെ ചികിത്സിക്കാൻ സാധിക്കും. ഒരു ദിവസം പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞു, പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, അലാ ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായാൽ മനുഷ്യനൊക്കെ നന്നായി. അത് ചീത്തയായാലോ ശരീരം മുഴുക്കെ ചീത്തയായി. എന്നിട്ട് പ്രവാചകൻ നെഞ്ചത്തേക്ക് ചൂണ്ടി, സ്വന്തം നെഞ്ചത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത് ഹൃദയമാണ് എന്ന്.
അത് ഹൃദയമാണ്. ആ ഹൃദയത്തെ സംസ്കരിക്കുന്നതിന്റെ പേരാണ് മതം. എല്ലാവരെയും സ്നേഹിക്കുന്നതിന്റെ പേരാണ് മതം. ആ മതത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് സഹാനുഭൂതി ഉണ്ടായിത്തീരുന്നത്, കാരുണ്യം ഉണ്ടായിത്തീരുന്നത്. വേദങ്ങളുടെ നാട്ടിൽ, ഉപനിഷത്തുകളുടെ നാട്ടിൽ, ശ്രുതികളുടെ, സ്മൃതികളുടെ, ഇതിഹാസ പുരാണങ്ങളുടെ ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായി മനുഷ്യരെ സ്നേഹിച്ച് മൈത്രിയിൽ കഴിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ മുഴങ്ങിക്കേട്ട ആ ഗാനത്തിൽ സാധാരണഗതിയിൽ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോ ഒരുതരം അപസ്മാര മലകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇരിക്കുന്ന ഈ സദസ്സിൽ ഞാൻ വളരെ വേദനയോടെ പറയാം, മലയാളിയുടെ ചലച്ചിത്രഗാന സാഹിത്യ ചരിത്രം അതൊരു സാഹിത്യവും ചരിത്രവുമാണ്. അതിനൊരു സാഹിത്യവും അരനൂറ്റാണ്ട് കാലത്തെ മലയാളിയുടെ ചലച്ചിത്രഗാന ചരിത്രം അത് മലയാളിയുടെ ചരിത്രമാണ്. മലയാളിയുടെ ദുഃഖം, മലയാളിയുടെ സങ്കടം, മലയാളിയുടെ സന്തോഷം, മലയാളിയുടെ ആഘോഷം, മലയാളിയുടെ പ്രകൃതി, മലയാളിയുടെ ഓണം, അവന്റെ വിഷു, അവന്റെ പെരുന്നാൾ, അവന്റെ കൊന്ന പൂക്കുന്നത്, അവന്റെ സകല പൂക്കൾ, പ്രകൃതി, കടൽ, പുഴ, ഭാരതപ്പുഴയെ കുറിച്ച് എത്ര പാടിയിട്ടുണ്ട്. അതൊക്കെ പോയി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്നിടത്തെ അവസ്മാരം കളയുന്നതാണ്. സാധാരണ അവസ്മാരാണെങ്കിൽ ഇരുമ്പ് കൈ കൊടുത്താൽ നിൽക്കും. ഈ അവസ്മാരത്തിന് ഇരുമ്പ് കൈ കൊടുത്തിട്ട് ശമനമില്ല. ഇതിനൊരൊറ്റ ശമനമുള്ളൂ, ചാനൽ മാറ്റുക, എന്നാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടും. അതിന് റിമോട്ട് കയ്യിൽ വിടുന്നത് മാത്രമാണ് വിശ്വാസം. അതിലൊക്കെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു പാർട്ടി എങ്ങനെ ജനിച്ചു എന്നുള്ളത് ഞാൻ വളരെ അത്ഭുതപ്പെടുമ്പോൾ ഇതൊക്കെ എഴുതാനൊന്നും ആർക്കുണ്ട് മനസ്സ്? ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ, നാട്ടിലെ ജനതയെ ഒന്നിപ്പിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ. യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയാണ് തിരിച്ചു വന്ന കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വഹിക്കാൻ പോയെ ജീവിതത്തോട് മടുത്ത് പോകുമ്പോഴാണ് അയാളുടെ പാട്ട് കേൾക്കുന്നത്. ഒരു വാതിലടഞ്ഞാൽ 9 വാതിൽ തുറക്കും. അപ്പൊ ഒരു വാതിലടഞ്ഞാൽ 9 വാതിൽ തുറക്കുകയും ഞാനെന്തിനാണ് പോയിട്ട് വഹിക്കുന്നതിന്റെ ഈ പാവപ്പെട്ട മനുഷ്യൻ ആലോചിച്ചു. എന്റെ ഒരു വാതിലിനെ അടഞ്ഞിട്ടുണ്ടോ 9 എണ്ണം തുറന്നിട്ടേ അതേപോലെ തിരിച്ചു വന്ന് വഹിക്കേണ്ട ആത്മഹത്യ. അതന്ന് ഇന്നൊക്കെ ചില പാട്ട് കേട്ടാൽ ഈ പാട്ട് ഇറങ്ങിയതിന്റെ കാരണത്താൽ ഈ ഭൂമിയിൽ ഒരു ലക്ഷ്യം ജനിക്കണ്ട, ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്താൽ മതി. അതിന്റെ ഇടയിൽ ഇങ്ങനെ ആശ്വാസം പോലെ അപൂർവമായിട്ട് വൈകൽ വലിയ വിരട്ട് അതൊക്കെ മനുഷ്യരെ സാധിക്കും. നല്ല വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. ഒരു സ്വരത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഒരു സ്വരം ഹൃദയത്തിന്റെ അമൃതരൂപത്തിൽ ഒരു കല്ല് ചെന്ന് വീഴുന്ന പോലെയാണ് ഒരു ശുദ്ധസ്വരം. അത് ഗാനമാകാം, പ്രസംഗമാകാം, വേദമാകാം, ഏത് നല്ല വാക്കും. ഖുർആനിൽ പറയുന്നത് നല്ല വാക്ക് നല്ല മരം പോലെയാണ്. അതിന്റെ വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങിയിരിക്കും, അതിന്റെ ചില്ലകൾ പാലത്ത് പരന്നിരിക്കും. അതുകൊണ്ട് വാക്ക് വെറുതെയല്ല, പറയുന്ന ഒരു വാക്കും വെറുതെയല്ല, ഇത്തരം സമ്മേളനങ്ങൾ വെറുതെയല്ല. നാരായണ ഗുരുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ സംഘടിപ്പിച്ച യോഗമായതുകൊണ്ട് ഞാൻ നാരായണ ഗുരുവിന്റെ ഏതാനും വരി ചൊല്ലിക്കൊണ്ട് എന്റെ വാക്കുകൾ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ ഒറ്റ താല്പര്യം ഈ വരികൾ വായിക്കാൻ സാധിക്കും. ആഴത്തിലേക്ക് ശ്രദ്ധിച്ചാൽ പ്രിയമലന്റെ അതൻ പ്രിയം, പ്രിയമലന്റെ അതൻ പ്രിയം, അതാണോ ഡെമോക്രസി. പ്രിയമലന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയമല പ്രിയം ഇപ്രകാരമാകും. സ്വകീയ പ്രിയം അവരെ പ്രിയമാക്കുക, അവനവന്റെ പ്രിയം മറ്റുള്ളവന്റെ പ്രിയമാക്കുക. നയമതിനാലേ നരന് നന്മ നൽകും പ്രിയവരെ പ്രിയ ഹേതുവായി വരേണം. അവരനു വേണ്ടിയ ഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനതോമുഖനായി കിടന്ന് ചെയ്യുന്ന ഭജയകർമ്മം അവന് വേണ്ടി മാത്രം. കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനതോമുഖനായി കിടന്ന് ചെയ്യുന്ന ഭജയകർമ്മം അവന് വേണ്ടി മാത്രം. അടുത്ത 4 വരികളിലൊക്കെ മലയാളം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അയാൾ ഒരു നിർഭാഗ്യവനായിരിക്കും. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താലാദിയിലൊരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവനു സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനാകാം. ജനാധിപത്യം വന്നു, മതേതരത്വം വന്നു, സമുദായ സൗഹാർദ്ദം വന്നു, എല്ലാം വന്നു. ഇന്ത്യയുടെ ഐക്യം വന്നു, ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനം വന്നു.
കാലത്തിന്റെ മുമ്പേ നടന്ന മഹാത്മാവായിരുന്നു ശ്രീനാരായണൻ. പിറക്കാൻ പോകുന്ന സ്വതന്ത്ര ഇന്ത്യയെ അദ്ദേഹം തന്റെ കണ്ണിൽ നേരത്തെ കണ്ടിരുന്നു എന്നീ വരികളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിലും അദ്ദേഹം കണ്ടിരുന്നു. ഒരു പടി ഗാന്ധിജിയുടെ മുമ്പിൽ പോലും അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ കാര്യത്തിൽ. ഗാന്ധിജി ശിവയിൽ കുന്നുമ വന്ന് നോക്കുമ്പോൾ നാരായണനോട് ചോദിച്ചു, അല്പസ്വല്പമൊക്കെ മനുഷ്യന്മാർക്കിടയിൽ ചില വൈജാതികൾ ഉണ്ടാവില്ലേ? ജാതിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചില വ്യത്യാസം, ഒരു മരത്തിന്റെ ഇലകൾക്കിടയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ എന്ന് ശിവഗിരി കുന്നിലുള്ള മരത്തിന്റെ ഇലകളിലേക്ക് ചൂണ്ടിയിട്ട് മഹാത്മാഗാന്ധി ചോദിച്ചപ്പോ മൗനിയായിരുന്ന നാരായണ ഗുരു ഉണർന്നുകൊണ്ട് പറഞ്ഞു, ഇലകൾക്ക് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇലകൾ പിഴിഞ്ഞാൽ കിട്ടുന്ന ചാറ് ഒരുപോലെയായിരിക്കും എന്ന് ശ്രീനാരായണ ഗുരു മറുപടി പറഞ്ഞു. പക്ഷെ ആ മനുഷ്യനോട് പോലും ജാതി ചോദിക്കാൻ ധാർഷ്ട്യമുള്ള ആളുകൾ അന്ന് ഈ കേരളത്തിലുണ്ടായിരുന്നു. തീവണ്ടിയിൽ ഒരു ദിവസം നാരായണഗുരു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ട സഹായത്തിനെ ചോദിച്ചു, ഏതാ ജാതി എന്ന്. നാരായണഗുരു ഉടനെ മറുപടി പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. കണ്ടാൽ മനസ്സിലാവുമല്ലോ, മനുഷ്യനാണ് ജാതി. ഇല്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ നാരായണഗുരു ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കേട്ടാൽ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ കേൾവിയും കാഴ്ചയും തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞു. നാരായണഗുരു നന്നായിട്ട് മനസ്സിലാക്കിയ മഹാത്മാവാണ്. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാവും. അവരൊക്കെ ഉഴുതുമറിച്ച മണ്ണാണ്. മനുഷ്യത്വത്തിലേക്ക് വന്ന് ഒന്നിച്ചു നിൽക്കുക, കൈകോർത്ത് പിടിക്കുക. ഞാൻ ഈ വേദിയെ അങ്ങനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് വിവിജി ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയൊരു മനസ്സോടെയാണ് ചെയ്യാറുള്ളത്. വിവിജി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നിങ്ങളെല്ലാവരും ആ മനസ്സാണ് ഇതിൻ്റെ വിജയം. ഇവിടെ വന്ന് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി വിവിജി ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. ടാഗോറാണ് എന്നാണ് ദാസേട്ടൻ അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ കാണാൻ ഒരുപാട് കാലത്തെ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നായിരുന്നു. ഞാൻ കാണുന്ന വിചാരിച്ച ആളുകളൊക്കെ ദൈവമേ കാണിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല നന്നായിട്ട് സ്നേഹത്തിൽ കൂട്ടിമുട്ടിച്ചത്. ഗുരു നിത്യ ചൈതന്യം ഞാൻ ഒരുപാട് കർത്തവ്യം. അത് അമേരിക്കയിലുള്ള കാലം, പിന്നെ ഇവിടെ വന്ന കാലം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് അതിലങ്ങ് ലഭിച്ചു പോയി. ഒരു ദിവസം കാണാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചു. അതൊരു ആശ്രമത്തിൻ്റെ മുറ്റത്തായിരുന്നു. കോങ്ങാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ മുറ്റത്ത് രാത്രി ധാരാളം സന്യാസിമാരുടെ അവിടെ വലിയ സമ്മേളനം നടക്കുക. ഞാനൊരു മുസ്ലിം അവിടെ പോയി. ഞാനിപ്പോൾ അതിന് സ്ഥലങ്ങളൊന്നും ഒരു അകർച്ചയും കണ്ടിട്ടില്ല. ഞാൻ ഗുരുവിൻ്റെ ആശ്രമങ്ങളിൽ എത്രയോ രാത്രി കടന്നുറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ നല്ല പച്ചക്കറി ഭക്ഷണം കഴിച്ച് എത്രയോ ദിനരാത്രികൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല അനുഭവങ്ങളാണ്. അടുത്ത കാലത്ത് ശ്രീ MP വീരേന്ദ്രകുമാർ വിളിച്ചിട്ട് ജൈനക്ഷേത്രത്തിൻ്റെ ജൂബിലിയിൽ പോയി വയനാട്ടിൽ. എനിക്ക് മനസ്സിൽ തോന്നിയത് നല്ല പച്ചക്കറി ഭക്ഷണം. ഒരു വെജിറ്റേറിയൻ ഓരോരുത്തരും ഓരോന്നുണ്ടാക്കണം. അത് സമുദായത്തിലേക്ക് ആവശ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. പച്ചക്കറിയൊക്കെ ഹിന്ദുക്കൾ നല്ല സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടാക്കട്ടെ. അതേസമയം വല്ല മസാല ഉണ്ടാക്കുന്ന പരിപാടി, വല്ല മീൻകറി വെക്കുന്ന പരിപാടി, വല്ല ബിരിയാണി ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരെ അതുകൊണ്ട് സമുദായ മൈത്രിയാണ്. സമുദായ മൈത്രിയാണ്. ഇതൊക്കെ ചേർന്ന് എന്ത് രസമായിട്ടാണ് ഈ നാട്ടിൽ. എന്തൊരു രസമാണ്. കേരളത്തെ കുറിച്ച് ഏറ്റവും നല്ല പാട്ട് ഏതാണ്? അശേഷം പാടിയ നാടികേരത്തിൻ്റെ നാട്ടിലേക്കൊരു അല്ലേ, നാടിയിടങ്ങഴി മണ്ണുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ കേരളം നാളികേരത്തിൻ്റെ നാട്ടിലേക്കൊരു നാടിയിടങ്ങഴി മണ്ണുണ്ട്. നാടിയിട അശത്തിന് മുന്നിൽ ചൊല്ലാൻ എൻ്റെ ധൈര്യം നല്ല ചൊല്ലാം. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. ആ നാലുകാലോലപ്പുരയിൽ പാർക്കണതിന്റെ കേട്ടാ മതി. ഓ, ഒരു നാലുകാലോലപ്പുര. അപ്പൊ ഞാൻ കൊടുക്കാൻ കാരണം അതിൽ പോലും സമുദായ മൈത്രിയുണ്ട്. 2 വരി താഴേക്ക് പോയി നോക്കുക. അതൊരു മുസ്ലിം പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പാട്ടാണ്. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, വിഷയം വലിയ പെരുന്നാളാണ്. കല്ല് വെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിന് ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു. അവരുടെ മുസ്ലിം പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പാട്ടാണ്. ദാസേട്ടപാടി കേരളത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗാനം. ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് എഴുതിയത് മുസ്ലിമല്ല. മാപ്പിളപ്പാട്ട് മുസ്ലിങ്ങളെ കുറിച്ചുള്ള
ഇന്ന് എല്ലാവരുടെയും പാട്ടാണ്. അത് എഴുതിയ ഏറ്റവും നല്ല ആളാരാ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് എഴുതിയത് ഭാസ്കരനാണ്, പി ഭാസ്കരൻ. കാരണം ഭാസ്കരന്റെ മാപ്പിള ജീവിതത്തിന്റെ മർമ്മം അറിയാമായിരുന്നു. കായലരികത്ത് വലയണിഞ്ഞപ്പോ പടകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടില് കുറിയെടുക്കുമ്പോ ഒരു നറുക്കില് ചേർക്കണേ. അത് പറയാം, ചേറിൽ നിന്ന് വളർന്നു പൊങ്ങിയ ഭൂരി നിന്നുടെ കയ്യിനാൽ. ചേർന്നൊരു ഭൂരി ഉണ്ടായി. ഭൂരി ഖുർആനിൽ പറയുന്ന സൗന്ദര്യത്തിന്റെ ധാമമാണ്. അതൊക്കെ ഭാസ്കരമാഷ് മനസ്സിലാക്കിയിരുന്നു. അന്നത്തെ പാട്ടെടുത്തുകാര് ഹോട്ടലിൽ പോയിട്ട് മുറിയെടുത്തിട്ട് ഒരു കാലുണ്ട്, അതിന്റെ സാധനം ഒപ്പിച്ചതാ എന്ന് പറയുമ്പോൾ 2 വരി അങ്ങനെ കഴിഞ്ഞിട്ട് ഒപ്പിച്ച് വരി മുറിച്ച് ഇനിയിപ്പോ മ്യൂസിക് ഒത്ത് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആ വരിയൊക്കെ കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്യാം. അങ്ങനത്തെ ഏർപ്പാടായിരുന്നില്ല അന്നത്തെ പാട്ടെഴുത്ത്, അന്ന് കവികളായി. അതുകൊണ്ട് അദ്ദേഹം ബാക്കി ചേർന്നൊരു ഊറിണ്ടായി. ഊറിയാണ്, ഭയങ്കര സൗന്ദര്യമാണ്. പക്ഷേ ഈ പെണ്ണ് സാധാ ചുറ്റുപാടിൽ വന്ന പെണ്ണാണ്, ചേർന്നാണ്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉള്ളറയിലേക്ക് ഭാസ്കര മാഷിന് നോക്കാൻ സാധിച്ചു. എന്നിട്ട് ഭാസ്കര മാഷ് പറഞ്ഞതിനോട് വെക്കുക, പെണ്ണെ നിന്റെ ഈ റോസാപ്പൂ വാങ്ങിയിട്ട് മണക്കാൻ എനിക്ക് മോഹമുണ്ട്. ഞാൻ പറയുന്നത് ഭാസ്കര മാഷിന് സംഗതി മനസ്സിലായില്ല. അല്ലെങ്കിൽ പെണ്ണെ നീ വന്നിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് നമുക്കൊരു വാലയാത്ര പോവാം. അപ്പോൾ ഞാൻ പറയുന്നു ഭാസ്കര മാഷിക്ക് മലബാറിന്റെ മാത്രമേ ശരിക്കും മനസ്സിലായില്ല. പക്ഷെ ഭാസ്കര മാഷിക്ക് നന്നായി മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എഴുതിയെന്താണല്ലോ, നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെന്ന് നെഞ്ചിനാൽ. പെണ്ണെ നീ വന്നിട്ട് നിന്റെ കൈകൊണ്ട് നെയ്ച്ചോറ് വെച്ചതാണ്. ഇതൊക്കെയാണ് നമ്മുടെ സൗഹൃദ സംസ്കാരം. ഈ സൗഹൃദ സംസ്കാരം നിലനിൽക്കട്ടെ. ഈ വേദിയിൽ നിന്ന് ദ്വൈതങ്ങളെ മാറ്റാൻ കഴിയട്ടെ. അല്ലാമ ഇഖ്ബാലിന്റെ പ്രശസ്തമായ കാവ്യമുണ്ട്, നക്ഷേ ദുയി വിടാതെ, ദ്വൈതഭാവങ്ങളൊക്കെ മായ്ച്ചു കളയുക. പിണങ്ങിപ്പോയവരൊക്കെ ഒന്നിച്ചു കൂട്ടുക, അവരെ കൂട്ടിച്ചേർക്കുക. എന്നിട്ടോ ഇസ് ദേശ് മേ ഇക് നയാ ശിവാല ബനാതെ, ഈ ഇന്ത്യ രാജ്യത്ത് പുതിയ ഒരു ക്ഷേത്രം ഉയർത്തുക, ഒരു സ്നേഹമന്ദിരം ഉയർത്തുക. ആ സ്നേഹമന്ദിരത്തിന്റെ ഇഷ്ടികകളും തൂണുകളുമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമീ അദ്വൈത മന്ത്രം. ഒരു ജാതി, ഒരു മതം. സന്ധ്യാനാമം ചൊല്ലുമ്പോൾ, അന്തിവിളക്ക് കൊളുത്തുമ്പോൾ, മാനത്തു തിരയേണ്ട മണ്ണിൽ തിരയേണ്ട മനസ്സിലെ ഈശ്വരനൊന്നല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമീ അദ്വൈത മന്ത്രം. മാനവം ഓഡിയോ വിഷ്വൽസ് കാലിക്കറ്റ് 4. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com.